ഞാനൊരു വളർന്നു വരുന്നൊരു ചെറിയ കലാകാരനാണ്. അപ്പോഴെന്താ പറയുക, കുറച്ച് മുക്രിയും കാര്യങ്ങളൊക്കെ അനുകരിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് നിങ്ങളെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു മുന്നേറ്റത്തിൽ എത്തിക്കണം. അതിൻ്റെ ഒരു വീഡിയോ ചാനലുകളിൽ എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു കഴിവിനെ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നന്മയുള്ള കുറേ മനുഷ്യന്മാരുണ്ടല്ലോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ, അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് പല കാര്യങ്ങളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനവും കാര്യങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കലാഭവൻ പ്രചോദനൻ്റെ വോയിസാണ്. മോനെ, ആദ്യം തന്നെ അത് ഗംഭീരമായ ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിരുന്നു മോൻ്റെ പെർഫോമൻസ്. ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം മോനെ പോലെയുള്ള കലാകാരന്മാരാണ് ഒരു വേദിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ. മോനെ, ആൾ ദ ബെസ്റ്റ് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നിവിൻ പോളിയാണ്, യൂത്ത് ആക്ടർ നിവിൻ പോളി. നിൻ്റെ അമ്മയ്ക്ക് തുറ ട്യൂഷൻ 3ാം ക്ലാസ്സിൽ നിനക്ക് ഫസ്റ്റ് കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയത് എൻ്റെ ഗതികളും. നന്നായി പഠിച്ചിട്ട് നീ ഒരിക്കലും നന്നാൻ പോകണ്ട. പുച്ഛത്തോടെ അല്ലാതെ നീ എപ്പോഴെങ്കിലും ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിൻ്റെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ ബാക്ക് ബെഞ്ചിരിക്കുന്ന ഊശകളാണെന്ന്. ചേട്ടാ, ഞങ്ങളൊക്കെ നിരച്ച് പഠിക്കുന്നുണ്ടാ, നിനക്കൊക്കെ ഫ്രണ്ട്സിരുന്ന് പഠിക്കാൻ പറ്റുന്നത്. അടുത്തായിട്ട് നമ്മുടെ ജയസൂര്യയുടെ ഒരു വോയിസാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലൂടെ ആ ഒരു വോയിസാണ് ഞാൻ അനുകരിക്കുന്നത്. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല സർ. നിങ്ങളുടെ കീഴിലല്ല, നിങ്ങൾക്കൊപ്പമാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്. ഞാനെന്ന് പറഞ്ഞില്ല സർ, ഒരു നല്ല പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. ടേക്ക് മൈ ഫീൽഡ് ഫോർ ദാറ്റ്. അവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വോയിസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും തന്നെ ശരിയായില്ല. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ സോളാർ പോലത്തെ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കലാകാരന്മാരെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ ഒരു വേദിയിൽ കൊണ്ടെത്തിക്കുക ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള കുറേ നന്മയുള്ള ആൾക്കാർ തന്നെ ഇതും എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.